ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ രണ്ട് ഫൈനാൻഷ്യൽ ന്യൂസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫൈനാൻഷ്യൽ ടെക് ന്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യത്തേന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ടെലിഗ്രാം മോസ്റ്റ്ലി ബാൻ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്കറിയാം ടെലിഗ്രാമിൻ്റെ സിഇഒനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസിൽ. എന്ന് വെച്ചാൽ അവർ ഇതുപോലെ കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റിക്കൊക്കെ ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കൺട്രോളോ അല്ലെങ്കിൽ മാനേജോ ചെയ്യുന്നില്ല. ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ആളൊന്നും അതിനെതിരെ ആക്ഷൻ സംഭവം എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ആളെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. മിക്കതും നല്ല ടേംസിൽ നല്ല അറസ്റ്റ് കിട്ടുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിക്കതും ടെലിഗ്രാമിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെലിഗ്രാം അങ്ങനെ ഉപയോഗിക്കാതില്ല. പക്ഷേ നമ്മൾ റീസെൻ്റ് ടെലിഗ്രാമിൽ ഒരു ചാനൽ തുടങ്ങിയിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിങ്ങിനൊക്കെ കുറിച്ച് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ. പക്ഷേ മിക്കതും അത് അടിച്ചു കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ടെലിഗ്രാമിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് അണ്ടർ കൺട്രോളിലായിട്ടുണ്ട്. ഇപ്പോൾ മണി കൺട്രോൾ പറഞ്ഞേക്കുന്നത് അവർ ഈ ടെലിഗ്രാം ചാനൽസൊക്കെ ഇഷ്ടം പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. എക്സ്റ്റോർഷനും ഗാംബ്ലിങ്, അതുപോലെ തന്നെ എന്താ പറയുക ഗേൾസിനെ പെടുത്താനും അങ്ങനത്തെ ഇല്ലീഗൽ പരിപാടിക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്ററും അതുപോലെ തന്നെ ഹോം അഫെയർ മിനിസ്ട്രി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയും കൂടിയിട്ടാണ് ഇതിന് അണ്ടറിൽ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര ചാൻസ് കൂടുതലാണ്. 95% ഒക്കെ ചാൻസ് കൂടുതലാണ് ഈ സാധനം ബാൻ ആവാൻ. മിക്കതും അടച്ചുപൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ടെലിഗ്രാം ചാനൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ മറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇത് നല്ലത് തന്നെയാണ്. എന്താ വെച്ചാൽ ഇത് ഈ ഒരു ന്യൂസിനോട് ഞാൻ അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ എന്ത് സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ സാധനം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ത്രെട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവരും എല്ലാ ഫ്രോഡുകളും പറയാം ടെലിഗ്രാമിൽ ടെലിഗ്രാം വരാനാ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ശരിക്കും ബാൻ തന്നെ ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉടായ്പ സാധനങ്ങളൊക്കെ ബാൻ തന്നെ ചെയ്യണം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു ഫ്രോഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെന്റ് സ്കാമും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഉണ്ടെന്ന് കുറേ പേര് പെടുന്നുണ്ട്. അത് കാണാതെ പോയി കണ്ടുക. പാർട്ട് ടൈം ജോബ് സ്കാം, അങ്ങനെ കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്, സിം കാർഡിൻ്റെ സ്കാം. അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ മിക്ക ആൾക്കാരും മൾട്ടിപ്പിൾ സിം കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു റെക്കോർഡ് ആയിട്ടുള്ളൊരു കോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് എനിക്കൊരു ഇതുപോലെ ഒരു കോൾ വന്നിരുന്നു. റെക്കോർഡ് ആയിട്ടുള്ള കോളായിരുന്നു, ഹിന്ദിയിലായിരുന്നു. അവർ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഈ സിം കാർഡ് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഡിസ്കണക്ട് ആവും. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം കമ്മ്യൂണിക്കേഷൻ എന്നാണ് എന്താ പറയുക ഇത് ന്യൂസ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അമർത്താൻ പറയും. അപ്പോൾ എനിക്കത് ആദ്യം കേട്ടപ്പോൾ മനസ്സിലായി ഫ്രോഡാണ്. എന്ന് വെച്ചാൽ നമ്പർ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്കല്ലോ. അപ്പോൾ ഞാൻ 2 അമർത്തി. ഞാൻ ആക്ച്വലി ഈ ഐഫോണിൽ റെക്കോർഡിംഗ് ഇല്ലോ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് കാണിച്ചിരുന്നു. ഇപ്പോൾ സാധനം ഇത് എൻ്റെ പ്രൈമറി നമ്പറല്ല സെക്കൻഡറി നമ്പറിലാവുന്ന വെച്ചാൽ സുഖമായിട്ട് റെക്കോർഡ് ചെയ്ത് കാണിക്കായിരുന്നു. ഇതെൻ്റെ സാംസങ് ഇതിൽ സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാലോ. അപ്പോൾ എന്നിട്ട് ഞാൻ കൊടുത്തു. അതിൽ അവർ പറയുന്നത് എന്നിട്ട് ഡയറക്റ്റ് ഒരു ആളായിട്ട് കണക്ട് ചെയ്യും. അതൊരു ഹിന്ദിക്കാരൻ തന്നെയാണ്. അയാൾ പറയുന്നത് നിങ്ങളുടെ പേരിൽ കുറേ കണക്ഷൻസ് ഉണ്ടല്ലോ, എനിക്കിവിടെ കാണാൻ പറ്റുന്നതല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ ആകെ ഒരു കണക്ഷൻ ഉള്ളൂ. എനിക്കറിയാം എൻ്റെ പേരിൽ എത്ര കണക്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വെബ്സൈറ്റ് ത്രൂ നോക്കാനുള്ള വെബ്സൈറ്റൊക്കെ നമുക്കുണ്ട്. അവർ അടവെടുക്കാൻ നോക്കി. ഞാൻ ആക്ച്വലി ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് റെക്കോർഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാമെന്ന്. പക്ഷേ രക്ഷയില്ല, ഐഫോൺ ആയിപ്പോയി. അപ്പോൾ അതും പുറത്തായിപ്പോയി, അല്ലെങ്കിൽ വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇതിൽ കുറേ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ഒരു നമ്പർ ഡൽഹിയിൽ വർക്കാവുന്നുണ്ട് നിങ്ങളുടെ KYC വെച്ചിട്ട്. നിങ്ങൾ KYC പുറത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്പറിൽ ഓൾറെഡി ഒരു 100 കേസൊക്കെ ഇതിൻ്റെ ഈ എന്താ പറയുക ക്രിമിനൽ കേസുകൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള എല്ലാ മൊബൈൽ നമ്പറും ഡിസ്കണക്ട് ആവുന്നു, അതായത് ബ്ലോക്ക് ആവുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഡൽഹി ഓഫീസിൽ പോയിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 30 മിനിറ്റ്സിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഡിസ്കണക്ട് ആവുന്ന ഓൾറെഡി മെസ്സേജ് വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് 30 മിനിറ്റ്സിനുള്ളിൽ ഡൽഹി എത്താൻ പറ്റില്ലോ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു ലിങ്ക് അയച്ചു തരാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കിട്ടും. അപ്പോൾ തന്നെ ഉടായ്പാണ് ഗൂഗിൾ ഫോമേ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി ഓഫ് ടെലികോം കമ്മ്യൂണിക്കേഷൻ അയക്കുന്ന ഗൂഗിൾ ഫോം. അപ്പോൾ ആ ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് അയച്ചെന്നാൽ മതിയെന്ന്. അപ്പോൾ സംഭവം ഫിഷിംഗ് ആണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാം. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലേക്ക് മാൾവെയർ കയറി കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് പോകാമല്ലോ. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതാണ് അവരുടെ മോഡ് ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ അത് മനസ്സിലായ ശേഷം ഞാൻ നല്ല പച്ചത്തറി വിളിച്ചു. ആദ്യം കുറച്ച് ശേഷം മലയാളത്തിലൊക്കെ പച്ചത്തറി വിളിച്ചു. അപ്പോൾ അവന്മാർക്ക് മനസ്സിലാവില്ലോ. അപ്പോൾ അവന്മാരെ ടൈം കളയാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞാൻ അത്യാവശ്യം ഒരു 15-20 മിനിറ്റ് അവന്മാരെ ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ ഉടായ്പകളെ മനസ്സിലാക്കുന്ന പരിപാടി എന്ന് പറയുമോ, അവരെ കുറച്ചിങ്ങനെ വട്ടം ചുറ്റി കഴിഞ്ഞാൽ അവരെ കണ്ടോളും. അപ്പോൾ അവന്മാർ തിരിച്ച് തെറി വിളിച്ചു തുടങ്ങും.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ അങ്ങനെ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പറയുന്നതനുസരിച്ച് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന്മാർക്ക് ചൂട് കയറും. അപ്പോൾ അവന്മാർ തെറി പറഞ്ഞു, അപ്പോൾ തന്നെ മനസ്സിലാവും അവന്മാർ ഫ്രോഡാന്നിട്ട്. അപ്പോൾ അവന്മാർ ഇങ്ങോട്ട് തെറി പറഞ്ഞു തുടങ്ങി. നമുക്കറിയാവുന്ന ഹിന്ദി തെറികളൊക്കെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞു തുടങ്ങി. അപ്പം എന്താ പറയുക, അതെനിക്ക് ശരിക്കും വെച്ചാൽ ഇത് നമ്മുടെ നമ്പർ അടക്കം അല്ലെങ്കിൽ ഈ കോളടക്കം ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോൾ റെക്കോർഡിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെട്ടു. ഇനി iOS 18 വരുമ്പോൾ കോൾ റെക്കോർഡിങ് വരുമോ എന്ന് വെച്ചാൽ നല്ല ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഈ സാധനം ആവശ്യപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സാംസങ്ങിനെ തന്നെ സംഭവിക്കണം കേട്ടോ. അതും ബാക്കിയുള്ളവരെ നോട്ടിഫൈ ചെയ്യാണ്ട് പോലും സാധനം റെക്കോർഡാവും. അപ്പോൾ ഇതിലാണ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു നമ്പറിലേക്ക് മാത്രം, പ്രൈമറി നമ്പറിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, സെക്കൻഡറി നമ്പറിലേക്ക് വന്നിട്ടില്ല. എന്താണെന്ന് അറിയില്ല, വരികയാണെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പുതിയ സ്കാമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ആക്ട് ചെയ്യാൻ മറക്കണ്ട. എപ്പോഴും എന്ത് സാധനം വരുമ്പോഴും അതൊന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും ആലോചിച്ചിട്ട് മാത്രം റിയാക്ട് ചെയ്യണം. അവർ പറഞ്ഞ പോലെ ആ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അടിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും അത് ഫോൺ അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഉള്ളിലുള്ള സാധനം അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ടാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.